ഹായ് ഓൾ. അപ്പോൾ MSW 032 ഡിസംബർ 24 നമുക്ക് എക്സാം വരുന്നത്. സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്. അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. മൂന്നാമത്തെ ചോദ്യം എല്ലാ 20 മാർക്കിനാണെന്ന് അറിയാമല്ലോ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എവിഡൻസ് ഇൻ ദ കോർട്ട് ഓഫ് ലോ, കൺഫെഷൻസ് ആൻഡ് ഡൈയിങ് ഡിക്ലറേഷൻ വിത്ത് എക്സാമ്പിൾ. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം എവിഡൻസ് എന്താണ്, മീനിങ് ആണ് ചോദിച്ചേക്കുന്നത്. പിന്നീട് എവിഡൻസിന് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതെന്തൊക്കെയാണ്, ഓരോ ക്ലാസിഫിക്കേഷനിലും എന്തൊക്കെയാണ് വരുന്നത്. പിന്നീട് കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനൊരു എക്സാമ്പിൾ. അതുപോലെ തന്നെ ഡൈയിങ് ഡിക്ലറേഷൻ അതെന്താണ്, അതിനുള്ള എക്സാമ്പിൾ. ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് എവിഡൻസ്? എവിഡൻസ് എന്ന് പറഞ്ഞാൽ തെളിവുകളാണ്. അത് നമ്മൾ കോർട്ടിന് മുന്നിൽ നമുക്ക് ഹാജരാക്കാൻ പറ്റുന്ന തെളിവുകൾ മാത്രമേ നമുക്ക് എവിഡൻസ് ആയിട്ട് പറയാൻ പറ്റൂ. ചില കാര്യങ്ങൾ നമുക്ക് അറിയാമായിരിക്കും, പക്ഷെ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന് ചില രേഖകളോ എന്തെങ്കിലും ഒരാളെയോ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും കോർട്ടിന് മുന്നിൽ. അങ്ങനെ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു അസംഷനാക്കി തള്ളിക്കളയുള്ളൂ. അപ്പോൾ എവിഡൻസ് എന്ന് പറയുമ്പം എപ്പോഴും ഒരു ഫാക്റ്റ് ആയിരിക്കണം. അത് കോർട്ടിന് മുന്നിൽ ഹാജരാക്കാൻ പറ്റുന്ന ഒരു ഫാക്റ്റിനെയാണ് നമ്മൾ എവിഡൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും അത് ഹാജരാക്കാം. അതൊരു ഓഡിയോ ആയിട്ട് ഹാജരാക്കാം, നേരിട്ട് ഒരു വ്യക്തിയെ കൊണ്ട് പറയിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു എഴുതിയ ഡോക്യുമെൻ്റ് ആയിട്ട് ഹാജരാക്കാം. അങ്ങനെ പല ഫോമിലും നമുക്ക് ഹാജരാക്കാൻ പറ്റും. അപ്പോൾ എവിഡൻസ് എന്താണ്? ഫാക്റ്റുകളുടെ ഒരു കളക്ഷനാണ്. മീൻസ് കളക്ഷൻ ഓഫ് ഫാക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാർട്ടീസ് either orally or in the written form before court of law. കോർട്ട് ഓഫ് ലോയ്ക്ക് മുന്നിലാണ് ഹാജരാക്കുന്നത്. അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഫാക്റ്റിനെ പ്രൂവ് ചെയ്യുന്ന, ആ ഒരു വാചകത്തെ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ സമർപ്പിക്കുന്ന എവിഡൻസ്. ടു ഷോ, ടു മേക്ക് ആൻഡ് ടു ഡിസ്കവർ clearly, thus to prove the existence or non-existence of disputed fact. അവിടെ ഏത് കാര്യത്തിന്മേലാണോ തർക്കം നടക്കുന്നത്, ആ തർക്കം ശരിയാണെന്നോ തെറ്റാണെന്നോ തെളിയിക്കാൻ പറ്റുന്ന ഫാക്റ്റുകളുടെ കളക്ഷനെയാണ് എവിഡൻസ് എന്ന് പറയുന്നത്. അതൊരാളെ കൊണ്ട് ഓറലി നമുക്ക് പറയിക്കാം, അല്ലെങ്കിൽ ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റ്സും ആയിരിക്കാം. ഒന്നുകൂടെ പറയാം, എന്താണ് മീനിങ്? എവിഡൻസ് മീൻസ് കളക്ഷൻ ഓഫ് ഫാക്ട്സ് produced by the parties either orally or in the written form before court of the law, to show, to make and to discover clearly, thus to prove the existence or non-existence of disputed facts. ഇനി പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എവിഡൻസ്. ഏതെല്ലാം രീതിയിലുള്ള എവിഡൻസുകളാണ് ഉള്ളത്? എവിഡൻസസിനെ ആദ്യം നമ്മൾ പ്രൈമറി എവിഡൻസസ്, സെക്കൻഡറി എവിഡൻസസ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു കളക്ഷൻ ഓഫ് ഫാക്റ്റ് ആണ്. അത് അതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റിലായിരിക്കും. ഒറിജിനലിൽ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്ന റിട്ടൺ ഫോം, അല്ലെങ്കിൽ ഒറിജിനലി റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ, അങ്ങനെ അതിൻ്റെ ഒറിജിനൽ ഫോമിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത്. സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം കുറച്ച് കുറയും. എന്തുകൊണ്ടാണ്? അത് ഒറിജിനൽ ആയിരിക്കത്തില്ല, അത് ഒറിജിനലിൻ്റെ ഒരു കോപ്പി ആയിരിക്കും. അപ്പം നമുക്ക് ഒരാൾ കൈമാറി ഷെയർ ചെയ്ത് വരുന്ന ഒരു വീഡിയോ, അതൊരു പ്രൈമറി എവിഡൻസ് അല്ല. അതിൻ്റെ ഒറിജിനൽ സോഴ്സ് അറിയാത്തത് കൊണ്ട് എന്താണ്? അതൊരു സെക്കൻഡറി എവിഡൻസ് ആയിരിക്കും. അല്ലെങ്കിൽ വേറെന്താണ് സെക്കൻഡറി എവിഡൻസ്? ഇങ്ങനെ കൈമാറി വരുന്ന ഒരു കാര്യം, ഒരു റിട്ടൺ ഫോർമാറ്റിൽ ഒരാൾ എഴുതി വെച്ചിരുന്നുള്ളൂ, അതിൻ്റെ കോപ്പിയെ എനിക്ക് കിട്ടിയുള്ളെങ്കിൽ അതൊരു സെക്കൻഡറി എവിഡൻസ് ആണ്. അതിന് പ്രൈമറി എവിഡൻസിനെക്കാട്ടിലും പ്രാധാന്യം കുറവായിരിക്കും. അപ്പോൾ എന്താണ് പ്രൈമറി എവിഡൻസ്? ഒറിജിനൽ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ കോർട്ട് ഫോർ ഇൻസ്പെക്ഷൻ. എന്താണ് സെക്കൻഡറി എവിഡൻസ്? കോപ്പീസ് ഓഫ് ദ ഒറിജിനൽ പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ കോർട്ട് ഫോർ ഇൻസ്പെക്ഷൻ. ഇനി ഏതെല്ലാം തരത്തിലുള്ള എവിഡൻസ് ഉണ്ട്? ഒന്ന് ഓറൽ എവിഡൻസ് ആണ്, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. വാഗുകൊണ്ട് നമ്മൾ സംസാരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഓറൽ എവിഡൻസ്. ഇത് പ്രധാനമായിട്ടും ഒരു വിറ്റ്നസ് ആണ്. ഒരു വിറ്റ്നസ് വന്ന് നിന്ന് പറയാണ്, ഇവിടെ ഇന്ന കാര്യങ്ങളാണ് നടന്നത്, അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുന്നതിനെയാണ് ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഇനി ചില കേസസിൽ നമുക്ക് ആ എവിഡൻസ് തരാൻ പോകുന്ന വിറ്റ്നസിന് സംസാരശേഷി ഇല്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും.
അപ്പോൾ അയാൾക്ക് എങ്ങനെയായിരിക്കും ആ തെളിവ് തരാൻ പറ്റുക? ഒന്നുകിൽ കൈകളോ എന്തെങ്കിലും എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ കൈകൾ ഉപയോഗിച്ച് ജസ്റ്റേഴ്സ് വെച്ചിട്ടായിരിക്കും. ഇനി അതും പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അയാൾ അന്നേരം ഒരു പേനയെടുത്ത് എഴുതുമായിരിക്കും ചെയ്യുന്നത്. അപ്പം ഏത് രീതിയിലാണെങ്കിലും ഒരു വിറ്റ്നസ് നേരിട്ട് വന്ന് തെളിവ് കൊടുക്കുക, അത് കോർട്ടിന് മനസ്സിലാവേണ്ട രീതിയിൽ പറയുന്നതിനെയാണ് ഓറൽ എവിഡൻസ് ആയിട്ട് പറയുന്നത്. അത് ജസ്റ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഒരു സൈൻ ലാംഗ്വേജ് ആകാം, ഒരു എക്സ്പ്രഷൻ ആകാം, ഓറലി നമ്മൾ സംസാരിക്കുന്നതാകാം. അതെല്ലാം ഓറൽ എവിഡൻസ് ആണ്. രണ്ടാമത്തതാണ് ഡോക്യുമെൻ്ററി എവിഡൻസ്. ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ അതെന്താണ്? എഴുതപ്പെട്ടിട്ടുള്ളതാണ്, ഒരു ബുക്കിനകത്ത് വരികയാണ്, അതൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വരുവാണ്, അതല്ലെങ്കിൽ ഒരു മൊബൈലിലുള്ള ഒരു വീഡിയോ കാണിക്കുവാണ്, അല്ലെ ഫ്ലോപ്പി ഡിസ്ക്, CD ഡിസ്ക്, മെമ്മറി കാർഡ്, അങ്ങനെയുള്ള ഏത് രീതിയിൽ കൊണ്ടുവരുവാണെങ്കിൽ അതൊക്കെ എന്താണ്? ഡോക്യുമെൻ്ററി എവിഡൻസസ് ആണ്. അപ്പം എന്താണ് ഓറൽ എവിഡൻസ്? പേഴ്സണൽ അക്നോളജ്മെന്റ് ഓഫ് ഫാക്ട്സ് by words, verbal statements, visible representation, gestures or signs or any other means which can be communicated to the court. അതാണ് ഓറൽ എവിഡൻസ്. ഡോക്യുമെൻ്ററി എവിഡൻസ്: any matter expressed or described upon any substance by means of letters, figures or marks or electronic records like floppy, CD, memory stick produced for the inspection of court. അതാണ് ഡോക്യുമെൻ്ററി എവിഡൻസ്. ഇനി എവിഡൻസ് ഡയറക്റ്റ് എവിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഹിയർസേ എവിഡൻസ് ഉണ്ട്, പിന്നെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉണ്ട്. പിന്നീടുള്ള 3 തരത്തിലുള്ള എവിഡൻസ് ആണ് ഇത്. എന്താണ് ഡയറക്റ്റ് എവിഡൻസ്? അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഫാക്ട് നേരിട്ട് ഒരു വിറ്റ്നസ് വന്നെന്ന് പറയുകയാണ്, അത് ഡയറക്റ്റ് എവിഡൻസ് ആയിരിക്കും. ഈ പ്രൈമറി എവിഡൻസ് ഒരു ഡയറക്റ്റ് എവിഡൻസ് ആയിട്ടായിരിക്കും എപ്പോഴും വരുന്നത്. അല്ലാത്ത കേസും ഉണ്ട്, സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇനി ഡയറക്റ്റ് എവിഡൻസ് നേരിട്ട് പറയുകയാണ്. ഇനി ഹിയർസേ എവിഡൻസ്, അതെന്താണ്? നേരിട്ട് ഞാൻ കണ്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരാൾ ഇത് കണ്ടു എന്ന് പറയുന്നത് ഞാൻ കേട്ടു, അങ്ങനെ ഒന്ന് പറയുന്നതാണ് ഹിയർസേ എവിഡൻസ്. ഇനി സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ സാഹചര്യ തെളിവുകളാണ്. അതായത് ഇപ്പം നമ്മൾ പറയുന്നത് അതായത് എ എന്ന ഫാക്റ്റ് പ്രൂവ് ചെയ്തു. എ എന്ന ഫാക്റ്റ് ഇപ്പോൾ പറയുന്നത് ഒരാൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരാളെ കൊന്നു എന്നാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അയാൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി അവരെവിടെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അയാൾ ഈ സമയത്ത് ഡ്രൈവ് ചെയ്യായിരുന്നു, അതിനുള്ള തെളിവ് അവിടുത്തെ CC ക്യാമറയിൽ ഇയാളെ കണ്ടു. അതാണ് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ്. അപ്പം ഒരേ സമയം ഒരാൾക്ക് രണ്ടിടത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കൊല നടക്കുന്ന സമയത്ത് ഇയാൾ ഇവിടെ ഇല്ലായിരുന്നു എന്ന് പ്രൂവ് ചെയ്താൽ ആ കൊല ഇയാൾ ചെയ്തിട്ടില്ല. അതാണ് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസസ്. ഒന്നുകൂടെ പറയാം. ഡയറക്റ്റ് എവിഡൻസ് എന്താണ്? ഫാക്ട്സ് ഡയറക്ട്ലി അറ്റസ്റ്റഡ് ബൈ വിറ്റ്നസസ്, തിങ്സ് ഓർ ഡോക്യുമെന്റ്. വിറ്റ്നസ് നേരിട്ട് അറ്റസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഡയറക്റ്റ് എവിഡൻസ്. ഹിയർസേ എവിഡൻസ്: എനി ഇൻഫർമേഷൻ റിസീവ്ഡ് ബൈ എ പേഴ്സൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ് ആൻഡ് നോട്ട് ത്രൂ ഹിസ് ഡയറക്റ്റ് സെൻസസ്. അതാണ് ഹിയർസേ എവിഡൻസ്. ഇനി എന്താണ് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസസ്? ഇൻഫർമേഷൻ ഡീലിംഗ് വിത്ത് റിലേറ്റഡ് സറൗണ്ടിങ്സ് ഓർ സർക്കംസ്റ്റൻസസ് ലീഡിംഗ് ടു ദ ഹാപ്പനിങ് ഓഫ് പ്രിൻസിപ്പൽ ഫാക്ട്. ഇതാണ് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസസ്. ഇനി പറയാനുള്ളത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് റിലവൻസ് ഓഫ് ഫാക്ട് ഇൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഒരു ഫാക്റ്റ്, അതായത് ഫാക്റ്റ് നമ്മൾ എവിഡൻസസ് ആയിട്ട് കൊണ്ടുവരുന്ന കളക്ഷൻ ഓഫ് ഫാക്ട്സ് ഉണ്ടല്ലോ, അത് എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള തെളിവുകൾ നമ്മൾ ഹാജരാക്കണം. അയാളുടെ മോട്ടീവ് എന്താണെന്ന് നമ്മൾ തെളിയിക്കണം. മോട്ടീവ് എന്ന് വെച്ചാൽ എന്താണ്? അയാൾ എന്തിനു വേണ്ടി അത് ചെയ്തു എന്ന ചോദ്യമാണ് മോട്ടീവ്. അടുത്ത പ്രിപ്പറേഷൻ, അയാൾ എങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അതൊരു 5 സ്റ്റെപ്പായിട്ടാണ് ഒരാൾ പ്രിപ്പയർ ചെയ്യുന്നത്. അയാൾക്കൊരു ഇൻറ്റൻഷൻ കാണും, എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും, അതായിരിക്കും അയാൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഇൻറ്റൻഷൻ നടപ്പിലാക്കാൻ വേണ്ടി അയാൾ പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് അതൊന്ന് പരീക്ഷിച്ചു നോക്കുന്നു, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നു. അതിൽ ആലോചിച്ച് വെച്ച കാര്യമൊന്നും പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നു, എന്നിട്ട് അത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെ 5 സ്റ്റെപ്പായിട്ടാണ് പ്രിപ്പറേഷനെ കണക്കാക്കുന്നത്. അത് നമ്മൾ തെളിയിക്കണം. അയാൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇത്ര ദിവസം മുമ്പ് പ്രിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ ഇത്ര ആളുകൾ ചേർന്ന് പ്രിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ ഇയാൾ പ്രിപ്പയർ ചെയ്യുന്ന വേറൊരാൾ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള തെളിവുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അത് ആദ്യം മോട്ടീവ് തെളിയിക്കുക, പിന്നെ പ്രിപ്പറേഷൻ തെളിയിക്കുക, പിന്നെ കണ്ടക്ട്, പിന്നെ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ നേരം അയാളുടെ ചേഷ്ടകൾ എങ്ങനെയൊക്കെയായിരുന്നു,
അയാൾ ഓടി വീണ് പോകാൻ ശ്രമിച്ചോ, ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചോ, അല്ലെങ്കിൽ ഈ ഒരു നടപടിയോട് അയാൾ സഹകരിച്ചില്ല, അറസ്റ്റിനോടൊക്കെ സഹകരിക്കാതിരുന്നോ, അങ്ങനെയൊക്കെ ഉള്ളത് നോക്കും. അതും തെളിവുകളാണ്. പിന്നെ അടുത്തത് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തും. ഇപ്പോൾ ഒരു വിറ്റ്നസിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണമെങ്കിൽ വിറ്റ്നസ് ഒരിക്കൽ മാത്രമേ ചിലപ്പോൾ ആ ഒരു പ്രതിയെ കണ്ടു കാണത്തുള്ളൂ. അപ്പോൾ ആ പ്രതിയോട് രൂപസാദൃശ്യമുള്ള കുറേ പേരെ നിർത്തിയിട്ട് അതിൽ നിന്നും വിറ്റ്നസിന് അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ എന്താണ് അയാൾ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന. ഒന്നിൽ കൂടുതൽ ആളുകൾ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ, കൂടുതൽ ആളുകൾ അത് സഹായിച്ചിട്ടുണ്ടോ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തെളിയിക്കണം. ഇതൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. അപ്പം മോട്ടീവ് എന്താണ്? സൈക്കോളജിക്കൽ ഫാക്ട് ദാറ്റ് മൂവ്സ് എ പേഴ്സൺ ടു ഡു ആൻ ആക്ട് ഇൻ എ പർട്ടിക്കുലർ വേ, അതാണ് മോട്ടീവ്. അത് തെളിയിക്കണം. രണ്ടാമത്തത് പ്രിപ്പറേഷൻ. 5 സ്റ്റേജസ് ഓഫ് ക്രൈം: ഇന്റൻഷൻ, പ്രിപ്പറേഷൻ, അറ്റംപ്റ്റ് ആൻഡ് കമ്മീഷൻ ഓഫ് ആൻ ആക്ട്, ഡിസൈൻ ദ പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ്. കണ്ടക്ട്. External behavior of a person like avoiding arrest, escape from the custody, running away from scene of the offense, etc. കണ്ടക്ട്, അയാളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഐഡന്റിഫിക്കേഷൻ പരേഡ്. ടെസ്റ്റ് ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ വിറ്റ്നസസ് ആൻഡ് ഹിസ് കേപ്പബിലിറ്റി ടു ഐഡന്റിഫൈ ആൻ അൺനോൺ പേഴ്സൺ whom he or she has seen only once. Conspiracy. Persons agree to do an illegal act by illegal means. തെറ്റായ ഒരു കാര്യം തെറ്റായ രീതിയിലൂടെ നേടിയെടുക്കാൻ വേണ്ടി കുറേ ആളുകൾ ഒരുമിച്ച് ഗൂഢാലോചന ചെയ്തു, അതാണ് കോൺസ്പിറസി. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കൺഫെഷൻ. എന്താണ് കൺഫെഷൻ? കൺഫെഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് അയാൾ സ്വയം സമ്മതിക്കുന്നു, മറ്റ് പരപ്രേരണ ഇല്ലാതെ. അതാണ് കൺഫെഷൻ. ഇപ്പോൾ പോലീസ് അടിച്ച് ആണ് എന്നെ സമ്മതിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അത് കൺഫെഷനായിട്ട് കൂട്ടത്തില്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പറയുന്നത്, ഞാൻ ആ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് കൺഫെഷൻ. അപ്പം എന്താണ് അതിനൊരു എക്സാമ്പിൾ? എന്താണ്? ഇപ്പം ഒരു മർഡർ നടന്നു, എ എന്ന് പറയുന്ന ആൾ ബി എന്ന് പറയുന്ന ആളെ മർഡർ ചെയ്തതാണ് നമ്മൾ പറയുന്ന ഫാക്ട്, അക്യൂസ്ഡ് ഫാക്ട്, അല്ലെങ്കിൽ നമ്മൾ തെളിയിക്കേണ്ട ഫാക്ട്. അപ്പം എ പറയുകയാണ് ശരിയാണ്, ഞാൻ ബിയെ കൊന്നു. അതെന്താണ്? കൺഫെഷനാണ്. എന്നെ പോലീസ് ഇടിച്ചൊന്നും അല്ല പറയിപ്പിക്കുന്നത്, ഞാൻ തന്നെ പറയുവാണെന്ന് പറയുന്നതാണ് കൺഫെഷൻ. ഓക്കെ. അഡ്മിറ്റിംഗ് എ ഫോൾട്ട് ഓർ ക്രൈം, അക്നോളജ്മെന്റ് ഓഫ് ഓൺസ് ഓൺ ഗിൽറ്റ് വിത്തൗട്ട് കമ്പൾഷൻ, ത്രെട്ട് ഓർ ഇൻഡ്യൂസ്മെന്റ്, ഔട്ട്സൈഡ് കസ്റ്റഡി ഓഫ് പോലീസ്, നോട്ട് അണ്ടർ ഡിസെപ്ഷൻ ഓർ അണ്ടർ സ്റ്റേറ്റ് ഓഫ് ഡ്രങ്ക്. അപ്പം കുടിച്ചോണ്ട് പറയരുത്, ഡ്രഗോ എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് പറയരുത്, അൺകോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ പറയരുത്, പകുതി പറയരുത്, മുഴുവനായിട്ട് പറയണം ഞാനത് ചെയ്തു എന്ന് മൊത്തം. പിന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴായിരിക്കും ഇത് പറയുന്നത്, വേറെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറയണം, പേടിയില്ലാതെ പറയണം, സത്യസന്ധമായിട്ട് പറയണം. അങ്ങനെയെങ്കിൽ മാത്രമേ അത് കൺഫെഷനായിട്ട് എടുക്കുള്ളൂ. എക്സാമ്പിൾ എന്താണ്? എ ഈസ് ചാർജ്ഡ് വിത്ത് മർഡർ ഓഫ് ബി. ഹിയർ എ മേക്സ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഹി കമ്മിറ്റഡ് ദ മർഡർ. അതാണ് കൺഫെഷൻ. ഈ കൺഫെഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ചെയ്യാം കേട്ടോ. മജിസ്ട്രേറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് കൺഫെഷനിൽ സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ, എക്സ്പെക്ടേഷൻസ് പറയുന്നുണ്ട്, ലീഗൽ ആസ്പെക്ട്സ് പറയുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. അടുത്തത് ഡൈയിങ് ഡിക്ലറേഷൻ. അതെന്താണ്? ഒരു വിക്റ്റിമാണ്, അയാള് ചിലപ്പം ഒരു റേപ്പ് അറ്റംപ്റ്റിലൊക്കെ വന്ന ഒരു പെൺകുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാൾ വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച ഒരാളായിരിക്കാം. അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ഒന്നുകിൽ ഹോസ്പിറ്റലിൽ വരും. ആ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അയാൾ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇയാളാണ് എന്നെ കൊന്നത്, അതിനുള്ള കാരണം ഇതാണ്. അല്ലെങ്കിൽ റേപ്പ് അറ്റംപ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇയാൾ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇയാളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് അയാളുടെ പേരും കാര്യങ്ങളും അഡ്രസ്സും ഒന്നും എനിക്കറിയത്തില്ല, പക്ഷെ അയാൾ കാണാൻ ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, വ്യക്തമായിട്ട് തന്നെ ആയിരിക്കണം പറയുന്നത്. കാരണം മരിക്കാൻ കിടക്കുന്ന ഒരാളല്ലേ. അപ്പം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് എന്തായുള്ളൂ, തെളിവായിട്ട് എടുക്കുള്ളൂ. ഡൈയിങ് ഡിക്ലറേഷൻ തെളിവായിട്ട് എടുക്കുള്ളൂ. ക്ലിയർ ആയിട്ട് പറയണം. അതുപോലെ ഞാൻ അവൻ എന്നെ എന്ന് പറഞ്ഞപ്പോൾ മരിച്ചു, അപ്പോഴും അതെടുക്കാൻ പറ്റില്ല. ഫുള്ളായിട്ട് പറയണം, അയാളുടെ പേരും അഡ്രസ്സും എവിടെ വെച്ച് നടന്നു എന്നും എപ്പോൾ നടന്നു എന്നും എന്തിനങ്ങനെ ചെയ്തു എന്നും അങ്ങനെയൊക്കെ ക്ലിയർ ആയിട്ടൊരു സെൻറ്റൻസ് പറഞ്ഞാൽ മാത്രമേ അതൊരു ഡൈയിങ് ഡിക്ലറേഷനായിട്ട് എടുക്കുള്ളൂ. ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഡൈയിങ് ഡിക്ലറേഷൻ. സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ഡെഡ് പേഴ്സൺ ബിഫോർ ഹിസ് ഓർ ഹെർ ഡെത്ത് explain the cause of death or any circumstances leading to cause of death.
ഏത് സാഹചര്യമാണോ മരണത്തിലേക്ക് നയിച്ചത് അത് പറയാം, അല്ലെങ്കിൽ മരിക്കാനുണ്ടായ കാരണം പറയാം. In oral or written form before magistrate, police, doctors, relatives or others in complete sentence in sound mind. നല്ല ബോധമുള്ളതോടൊപ്പം കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. Example, rape victim in deathbed to magistrate or doctors about the time, place, number of person, their motive or physical appearance, etc. that she knows. അവൾക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും അവളൊരു മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മജിസ്ട്രേറ്റിന് മുന്നിലോ ഡോക്ടറിന് മുന്നിലോ പറയുകയാണ്. അപ്പോൾ അതാണ് ഡൈയിങ് ഡിക്ലറേഷൻ. അത് റെക്കോർഡ് ചെയ്യപ്പെടും, അത് എഴുതിയൊക്കെ സൂക്ഷിക്കും. അതിന് സെന്റൻസ് ഒന്നും മാറിപ്പോകാതെ മാക്സിമം അതുപോലെ തന്നെ സൂക്ഷിക്കും. അതാണ് ഡൈയിങ് ഡിക്ലറേഷൻ എന്നുള്ളൊരു എക്സാമ്പിൾ. ഓക്കെ, അപ്പം അടുത്ത 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എവിഡൻസ് എന്താണ്, അതിൻ്റെ മീനിങ് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, പിന്നെ കൺഫെഷൻ എന്താണ്, ഡൈയിങ് ഡിക്ലറേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിനുള്ള എക്സാമ്പിൾസും പറഞ്ഞു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. നോട്ട്സിൻ്റെ ക്ലിയർ വീഡിയോ ആണ് മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എവിഡൻസ്. ഇതാണ് മീനിങ്. ഓക്കെ, ഇതാണ് ക്ലാസിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട 2 ഓറൽ എവിഡൻസ്, ഡോക്യുമെൻ്ററി എവിഡൻസ്. ഓക്കെ, അടുത്ത പ്രൈമറി ആൻഡ് സെക്കൻഡറി എവിഡൻസ്. 3 ഡയറക്റ്റ് എവിഡൻസ്, ഹിയർസേ എവിഡൻസ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. ഇനി ബേസിക് പ്രിൻസിപ്പിൾസ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എവിഡൻസ് ഉപയോഗിച്ച് തെളിയിക്കുന്നത്? മോട്ടീവ്, പ്രിപ്പറേഷൻ, കണ്ടക്ട്, ഐഡന്റിഫിക്കേഷൻ പരേഡ്, കോൺസ്പിറസി. ഓക്കെ, അടുത്തത് കൺഫെഷൻ. കൺഫെഷൻ, അതിനുള്ള എക്സാമ്പിൾ. അടുത്തത് ഡൈയിങ് ഡിക്ലറേഷൻ, അതിനുള്ള എക്സാമ്പിൾ. Okay, all the very best. Thank you.